എന്ത് വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്നാ. കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ, എന്റെ നിഴല് കണ്ടാ മുങ്ങി നടക്കണ നീ എന്നെ കാണാൻ വരെ. എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം. 1 കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടെ നിന്നെടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമമുണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗ്ഗങ്ങൾ. ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. താൻ എന്നെ കോടതി കയറ്റല്ലോ. ഏറ്റൂടാ. ഞാൻ കോടതി കയറുന്നത് തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹിക്കണോ? അത് എന്റെ മരണമാ. എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കിരുത്തരാ കാട്ടെ. അതെ, പോക്കിരുത്തരാ. താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി കയറ്റണ്ടേ? അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ലെന്ന് വരും. അതിന് നിനക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും. മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. അപ്പൊ കാണാം. കാണണം കാണണം കാണണം. എന്താ പറയാ? ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോക്കിരിത്തരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് താന്ന് കൊടുത്താലേ നമ്മുടെ തലയിൽ കയറും. അല്ല, അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് വല്ലതും കൊടുക്കും? കംപ്ലൈന്റ് കൊടുത്താ പ്രശ്ന. ഇടിച്ചവന്മാര് നട്ടല്ലൂരും. പേടിത്തൊണ്ടനാ. അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല. ഓട്ടമൊന്നും ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം. അതെ, നടന്നങ്ങ് പോയാ മതി. അല്ലെങ്കിൽ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കൈയും കാലും പിടിച്ചിട്ടാ പെട്രോൾ കിട്ടുന്നത്. രാത്രി ഞാൻ വന്നിട്ടേ പോവല്ലേ. ബസ് ചാർജ് 1 രൂപ കൊടുക്കണം. എല്ലാം ശരി തന്നെ. ശിവൻകുട്ടി വന്നു. ഏട്ടനപ്പോ വന്നു. പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാരയും അരി മുളകും ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ബാലിന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കായിരുന്നു. ഏട്ടത്തി മോളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? പ്രേമേ, എന്തേട്ടാ? ഏതാടി ഈ സാരി? വല്യേട്ടൻ കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക. പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ? ചേട്ടാ ശ്രദ്ധിച്ചില്ലേ? അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണമെങ്കിൽ കാശ് എത്ര കൊടുക്കണമെന്നാ? അതിനെന്താ, ഇപ്പൊ നല്ല വരവല്ലേ? വരവോ? ചേട്ടനോട് ആര് പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ, മൂത്തോര് പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കണം. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ. ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1800 രൂപ ശമ്പളം. ഒന്ന് കണ്ണടച്ചാ കാശ് വേറെ. അതിട്ടിട്ട് പോകും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചി തൂക്കി പിടിച്ച് നടക്കുക. അതാകുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശാനേട്ടാ, നല്ല വേഷം ധരിച്ചടക്കാൻ. പഠിക്കുന്ന കാലത്ത് 2 മുണ്ടും 2 ഷർട്ടും ഇട്ടാ ഞാൻ 1 കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണിക്കിടരുത്, എനിക്കതേ പറയാനുള്ളൂ. അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ. ഇപ്പൊ എനിക്ക് കുടുംബമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടൻ പറയണ്ട. മാസം 300 റുപ്യ വരും. പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടാ ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരപണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന 2 പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ചറുത്ത് കൊണ്ടുപോയിക്കോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കണതാ. എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. ഏട്ടന് ആവശ്യമുള്ള തടി ഞാൻ അലിയാറുടെ മില്ലിൽ ഏർപ്പാട് ചെയ്ത് തരാം. അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താൽ മതി. നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം. ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛനെ കടം കൊടുത്ത പലരുടെ. ഇത് കണ്ട് തൃപ്തി വന്നില്ലേ ഇതുവരെ? കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നോ?
അവൻ കടന്നു. പാവം, ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കുവോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ. കുറച്ച് കാശ് എനിക്ക് കിട്ടും, അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്. നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. 2 നില. 2ാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നിലയിൽ താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരെ? നീ പറ, മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ആ. ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്. 10,000 ഉറുപ്പിക കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിനും ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴോ? പഴമെന്ന് പറഞ്ഞ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറി കൊണ്ടില്ലാമെങ്കിൽ 3,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പമാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ലല്ലോ. ഏയ്, ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്. ചൂട് ആറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ടോ? വിഷമിച്ച കാശ് കിട്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ആ ഉം? ആ അതാണ്ട് ഇങ്ങോട്ട് അതോട്ട് അതോ കിടത്തല്ലേ കിടത്തല്ലേ ഇങ്ങോട്ട് പിടിച്ചോ. ആ മൂത്തി അത് ഓർമ്മയുണ്ടെന്നേ. ഒരാളെ നീ പറ. ആ വിളി. ആ അടച്ചോ. വാ. ആ ശകലം കൂടെ. വേണ്ട, വണ്ടി ഓടിക്കാനുള്ള. ഇതാ വായിലോട്ട് വെച്ചോട്. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ. ഇതങ്ങോട്ട് പോയി. വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താന്ന് വലിക്കേ? ഉറങ്ങല്ലേ? വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല, ഉറങ്ങരുത്. ഒരു 12 മണിക്ക് എത്തുമോ? ആ നോക്കട്ടെ. ഈ 3 പേരുടെ ശവം നോക്കി എത്തിയോ? ഇവിടെ വടകരെ
വടകരയെത്തും വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു വടകരയുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ. കൈയും കാലും നിവർത്തി. ഞങ്ങളുടെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ? ചങ്ങാതി, സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ. ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചോടുന്നത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഹലോ, അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി. ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി. അബു, എന്താ പറ്റിയടാ? പടച്ചോനെ ചതിച്ച എന്താ പറ്റിയടാ? നോക്കട്ടെ നീ നിന്നും. എന്താ ആക്സിൽ ഓടിഞ്ഞ കേട്ടാ. അയ്യോ, നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറിയ എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല. നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റൂ. 500 രൂപയും പോയി, ഉറക്കവും പോയി. 500 രൂപ പോകുന്നേ പോട്ട്, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാനില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ചെന്നേരം ഉറങ്ങും. ഓ, ഗുഡ് നൈറ്റ്. സാറേ, തീപ്പെട്ടി ഉണ്ടോ? പഴം തന്ത തന്തയൊന്നുമില്ല. സ്വപ്നം കണ്ടാ? എന്റെ തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല. ഇതിന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ മണം ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി നീ എവിടെ കിടക്കാം? നോക്കിക്കോളാം. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ഞാൻ ക്ലാസ് കയറിയിട്. ഈ നാശത്തിനെ പിടിച്ചു വണ്ടി. ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ? പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നടണം. നല്ല ഉറക്കാൻ പറ്റുക. അത് കളഞ്ഞു. ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലെ ഉണ്ട്. ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവന്മാരുടെ കാര്യം സമ്മതിക്കണം. എന്താണ് ദൂണ്ട കണ്ടോ? അയാളാണോ? എന്താ നാടാ? ഒരു ലൈറ്റ് ഞാൻ കണ്ടു. അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തേങ്ങാക്കൊലൈ. ഇപ്പൊ ഞാനും കണ്ടു. ദോണ്ടേ നമുക്ക് പോവാം. കുറച്ച് കഴിയട്ടെ. ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാർട്ടികളും ആയിരിക്കും. അതൊക്കെ പറഞ്ഞാ അവന്മാര് കേട്ടാ വലിയ കുഴപ്പമാ. ഇപ്പൊ പ്രയത്നക്കാരിലും വലിയ പുലിവാലായിട്ടോ ടീച്ചറാ. ദൂണ്ട ആള് ആണോ? എവിടെ? ശിവ, ദൂണ്ട അവിടെ 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 2 കാല്. അയ്യോ, കാലോ? നോക്ക്. യൂസഫ്, ഫ്രാൻസിസ്, സീബർ ജേക്കബ് കാറിലുണ്ട്. ചരക്കെത്തിയിട്ടില്ല. 2 ദിവസം ലേറ്റ് ആവും. അതെന്താ?
ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും. ആ കൊച്ചിയിൽ 2 ആൾ കൂടി മെസ്സേജ് കൊടുക്കാനുണ്ട്. ഞാൻ വരട്ടെ. ഓക്കെ. See you. നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണാവോ ഇറങ്ങിയത്? അവന്മാരുടെ വണ്ടിയാണെന്നാ തോന്നുന്നത്. എന്തു പറ്റി? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി ഇനി എന്ത് ചെയ്യും? ടൗണിലോണെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റയ്ക്കിലിട്ട് പോകാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഓ, കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല. നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തായ കോമ്പുണ്ടോ? അവര് മനുഷ്യർ തന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണാമായിരുന്നു. അയ്യോ, ഞാനില്ലേ. ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണമെന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. അപ്പൊ അവര് ജീവനും കൊണ്ട് ഓടും. നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. 3 ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല 2 പൂവമ്പഴങ്ങള് ദൂണ്ട് അവിടെ. ചേടാ, കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പറഞ്ഞോ. ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ. പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മോ, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചൊന്നും മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കുളം തോണ്ടും. എടാ, അത് അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയുന്നു? അതെ. എടാ, നമ്മൾ രക്ഷപ്പെടൂടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ? തീക്കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല. എല്ലാം ഞാൻ ഏറ്റു. നിനക്കെന്റെ കൂടെ നിൽക്കാം. ഞാൻ നിൽക്കാം.